ഇത് കരഞ്ഞ അങ്ങനത്തെ വിഷമായ മക്കൾ അച്ഛൻ്റെ സ്വഭാവം അറിയില്ല, എല്ലാവരും പറയും പെട്ടെന്ന്. കുഴപ്പമില്ല അച്ഛാ, ഞാനിപ്പോ റെഡി കൊണ്ട് കൊടുത്തിട്ട് വരാം. അവിടെ നില്ലേ എന്താ പൊന്നു മക്കളെ, ഈ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മഹാസംഭവമാണ്. ഇപ്പൊ അതിന് കുറച്ച് ഇടിവൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ മക്കള് ഇതിൽ ശ്രദ്ധിച്ചു തുടങ്ങിയ ഇതിന്റെ പഠിത്തം ഈ ഇലക്ട്രോണിക്സിന് ഭ്രാന്ത് പിടിച്ച കലയിൽ ഭ്രാന്ത് പിടിക്കും പോലെ അങ്ങനെ ഭ്രാന്ത് എനിക്ക് പിടിച്ചാലാണ് എന്റെ ജീവിതവും ഭാവിയൊക്കെ പോയത്. ഇതിൽ മാത്രമല്ല, അച്ഛന് ഒരുപാട് കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതായി, ഒന്നിനും മാസ്റ്റർ ആയതുമില്ല. നീ ഇതൊക്കെ ചെയ്യണ കാണുമ്പോഴേ എനിക്ക് എന്നെയാണ് ഓർമ്മ വന്നത്. പിന്നെ പൊതുവെ ഒരു സംസാരം ഇവിടെ ഉണ്ട്, അത് അമ്മയുടെ കുടുംബത്തിലുണ്ട്, അച്ഛൻ്റെ കുടുംബത്തിലുണ്ട്. അവർക്കെല്ലാം പേടിയാണ് മക്കൾ അച്ഛനെ പോലെ ആയി പോകുന്നു. അതിന്റെ പേരിൽ അച്ഛൻ ഒരുപാട് അപമാനനായിട്ടുണ്ട്. എനിക്ക് അച്ഛനെ കുറിച്ച് അഭിമാനമുള്ളൂ അച്ഛൻ. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. മക്കളെ എല്ലാം വേണം, ഇലക്ട്രോണിക്സും വേണം,